പൊതുസ്ഥലങ്ങളിൽ ഷർട്ട് ഊരാൻ മടിക്കുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ അതിനുവേണ്ടി ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്തിട്ട് പിന്നെ അത് കാരണം ഷർട്ട് ഊരാൻ പറ്റാതെ വരുന്ന അവസ്ഥകളുണ്ടായിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ സർജറിയിൽ ഫുള്ളായിട്ട് ആ ഗൈനക്കോമാസ്റ്റിയ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ്. പണ്ട് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ എടുക്കാണ്ട് ആ ഗ്രന്ഥിയുള്ള സ്ഥലം മാത്രം, സെൻട്രൽ ഗ്രന്ഥി മാത്രം എടുത്ത് കളയും. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? ഇത്രയും ഭാഗത്ത് ബൾജ് ഉണ്ടാവും, എന്നാൽ നടുക്ക് മാത്രം ഒരു കുഴി ഉണ്ടാവും. നമ്മുടെ വോൾക്കാനോന്റെ നടുക്കുള്ള ക്രേറ്റർ പോലത്തെ ഒരു കുഴി ഉണ്ടാവും. നിപ്പിളിന്റെ ഭാഗത്തുള്ള പ്രൊജക്ഷൻ മാറി കിട്ടും. എന്നാൽ ഇവർ ഷർട്ട് അഴിക്കുമ്പോൾ, സപ്പോസ് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഷർട്ട് അഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് അപ്പോഴൊരു കുഴി കാണും. ദാറ്റ് ഈസ് നോട്ട് നാച്ചുറൽ. ഈവൻ ഗൈനക്കോമാസ്റ്റിയ ഉള്ള ഒരാൾക്ക് പോലും നാച്ചുറൽ ലുക്കാണ്. പക്ഷേ ഇതൊരു അൺനാച്ചുറൽ ലുക്കായി മാറും. അവർ പിന്നെ ഒട്ടും അവർക്ക് ഷർട്ട് അഴിക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനുള്ള മെഷർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈപ്പോസെക്ഷൻ കൂടി ഇതിനോട് ആഡ് ചെയ്യും. ഇപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ മൊത്തം കൊഴുപ്പ്, നമ്മൾ ഇത്രയും ഭാഗത്തെ കൊഴുപ്പ്, നെഞ്ചിലെ കൊഴുപ്പ് മൊത്തം നമ്മൾ എടുത്തു കളയുമ്പോൾ ആ ഗ്രന്ഥി മാത്രം പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും. ആ ഗ്രന്ഥിയും വേറൊരു കീഹോളിൽ കൂടെ എടുത്തു കളഞ്ഞാൽ കംപ്ലീറ്റ് ആ മസിലിൻ്റെ ഒരു കോണ്ടൂർ പോലെ നല്ലൊരു ഷേപ്പ് കിട്ടും. യൂണിഫോം ആയ സ്മൂത്ത് ആയിട്ട് ഷേപ്പ് കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ പൊങ്ങിന്താന്നുള്ളൊരു ഇറഗുലാരിറ്റി നമുക്ക് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഓൾമോസ്റ്റ് 100%.